കാണാൻ പറ്റുമോ ഇല്ലയോ? മുൾമുനയിലെ കാണാൻ പറ്റും ശരിക്കും. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വ്ളോഗ് ഇട്ടുണ്ടായിരുന്നു, ക്രിക്കറ്റ് ടർഫിൽ ക്രിക്കറ്റ് കളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എടുക്കാൻ കാരണം, എന്നാൽ ടർഫോടെ ബുക്ക് ചെയ്യാൻ കാരണം നമ്മുടെ ഫ്രണ്ട് ഫൈസൽ ദുബായിക്ക് പോവാണ് ജോബ് സെറ്റായിട്ട്. അപ്പോൾ നമ്മൾ അവൻ കുറേ നാളായിട്ട് പറയുന്നതാണ്. പിന്നെ നമ്മളാരും കുറേ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ടർഫ്, മഴ, പിന്നെ ജോലി, എല്ലാവരും തന്നെ ജോലിയായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങളുള്ള കാരണം അതങ്ങനെ വയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നവൻ പോകുന്ന കാരണം നമ്മൾ ടർഫ് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ മെയിനായിട്ടും ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ പറയുന്നത്, അവൻ എയർപോർട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ കൊണ്ടേ ആക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ആരും മിസ് ചെയ്യാണ്ട് കാണണം. കാരണം എൻ്റെ വീടിനടുത്തുള്ള കുറേ ഫ്രണ്ട്സ് അവരാണ് നമ്മൾ വ്ളോഗ് കണ്ടത്. അപ്പോൾ അവരങ്ങനെ വ്ളോഗിലൊന്നും വരുന്നതല്ല. കാരണം ഇവിടുത്തെ വ്ളോഗ് എടുക്കാനുള്ള ടൈം നമുക്കില്ല. എല്ലാവർക്കും നല്ല ജോലിയുണ്ട്. എല്ലാവർക്കും നല്ല ജോലിയുള്ള കാരണം എല്ലാവരും ഫുൾ ടൈം ജോബും കാര്യങ്ങളൊക്കെ ഉണ്ട് നടക്കണം. അപ്പോൾ ഇന്ന് എല്ലാവരും നമുക്കിന്ന് പരിചയപ്പെടാം. ബാക്കിയുള്ളവരെ എന്താ പറയുക, ഒരു നല്ല വ്ളോഗായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ പോകണമായിരിക്കും. വെയിറ്റിംഗ് ഫോർ ദ ബൈക്ക്. രാജ്യമാണ് നമ്മള് നേരെ എന്തിനു പഠിക്കാനായിട്ട് കീറിക്കാൻ ഇതിനല്ലേ ഞാൻ ചോദിക്കാം, ഞാൻ ചോദിക്കല്ലേ. ഇവിടുന്ന് ലൊക്കേഷൻ ആണല്ല, ഇവിടെ നേരെ മഴയത്ത് നമ്മൾ പെട്ടു. കോട്ടില്ല. അപ്പോൾ നമ്മൾ കോട്ട് മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. മതിയായ മഴ, എങ്ങനെ പോകും? ഒരു വഴിയില്ല. അതാ 100 രൂപ ഉണ്ടാവുക. അപ്പോൾ രാജൻ നേരെ കോട്ട് മേടിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ കോട്ടും കൂടെ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇടുക്കിൽ കുറച്ച് നിർത്തി വയ്ക്കേണ്ടി വരും. സൂം ചെയ്യാൻ പോലും പറ്റില്ല. സ്ക്രീനിൽ തൊട്ട് സ്ക്രീനൊക്കെ വെള്ളം, ഫുൾ വെള്ളം ഒക്കെയാണ്. ക്യാമറയുടെ അകത്ത് ഭാഗ്യത്തിന്, ക്യാമറയുടെ അകത്ത് കാണാം. അതേ ഒരു ഫോഗ് പോലെ ഉണ്ടോ? എനിക്കാണ് വെള്ളം കയറിയിട്ട് തുടച്ച് നോക്കട്ടെ. ഇത് ബെറ്ററായി, ഫുള്ള് വെള്ളം കയറിയാണ്. കോട്ടെടുത്തടാ. ഹെൽമെറ്റ് നോക്കട്ടെ കേട്ടോ. കോട്ടിന് വേണ്ടിയടി എറണാകുളം മഴ ഉണ്ടാവോ? എപ്പോഴാ കോട്ടിനടി? നീലാണോ വീര? നീലാണോ?
ചാടി പോകട്ടോ അവരോട് പറയുന്നു. ക്യാമറ എല്ലാം അടിച്ചത് പോണോ? അവന്മാരെ എവിടെ കേറിക്കാൻ പറഞ്ഞ അവന്മാരെ കണ്ടില്ലോ. അവന്മാരെ കോട്ടുണ്ട്, കോട്ടിന്റെ ഉണ്ടല്ലോ. അവന്മാരെ എവിടെ? നിർത്താൻ പറ കൈ നീട്ടി നിർത്താൻ പറ ഇവിടെ. സമയം എത്ര? അവൻ എത്ര മണിക്ക് പോണക്ക് കയറണേ? 7:30 രാജയുടെ സംഭാവന നീ കോട്ടിട്. കോട്ടില്ല, അവന് കോട്ട് മേടിക്കണം. അപ്പൊ അതോ നീ എനിക്ക് പനി മാറിയുള്ളൂ. നീ പോളാവുള്ളൂ. ഏത് 150 രൂപ? എടാ വന്നിട്ടില്ല, വരുമ്പോ തരാന്നേ. നീ പേടിക്കണ്ടേ. അവന് കോട്ടില്ലേ? അല്ല ആ കോട്ടോ എന്റെ പൊന്നെ നോക്കട്ടെ. വിളിച്ചു നോക്കേണ്ടി വരും. ആ വിളിക്കാൻ ഫോണിരിക്കും. മേടിച്ചോ? വൈലറ്റോ? കാണാൻ പറ്റുമോ? എടാ പിന്നെ ഈ സാധനം വെച്ച് എന്നെ അന്നേരം നോക്കിയേ. ഈ സാധനം ഫ്രണ്ടിലിരിക്കുക. ഇതിന്റെ ഇവിടെ എടുത്തുണ്ടോ ഈ ഗ്ലാസ് വെച്ചിട്ട് എനിക്കൊന്നും കാണാൻ പറ്റില്ല. ഞാനല്ല ഇരിക്കുന്നത്. അതല്ല ഇവനെങ്ങനെ ഈ രാത്രി സാധനം വെച്ചിട്ട് പോണതാ. ഈ കോട്ടിട്ട് മഴ മാറിയിട്ട് പോയാണോ? പോവാ നീട് മറ്റേരിട്ടു. പാൻറ്റും ഉണ്ടോ? ഓർത്താർന്നെങ്കിലോ? പെട്ടെന്നിറ എടാ ക്രിക്കറ്റിന്റെ വ്ലോഗ് ഇട്ടുണ്ട് കേട്ടോ. അത് ചിരിച്ച്. എടാ മാപ്പറ ആ ഫോണ് കൈ പിടിക്കേ. ആ ബാക്കിയുള്ള ഇത് മൊത്തം സെറ്റ് ചെയ്യണത് ഈ ഫോണെന്ന് വെച്ചാ. മാപ്പുണ്ടോ? ഞാൻ നിന്റെ കയറിക്കോളാം. ഭീകരനോട് പോകാനുള്ള ഭീകരത എനിക്കില്ല. നീ ഭീകരനൊപ്പം കയറിക്കേ, ഞാൻ ദീപക്കിന് കയറാം. അപ്പൊ എന്റെ ഞാൻ അവിടെ മാപ്പ്. പിന്നെ നിന്റെ ആ ഫോണിത് പിന്നെ എന്റെ ഫോണായില്ലേ? ആ വാട്ടർ റെസിസ്റ്റന്റ് ഒന്നുമില്ല. നീ മര്യാദ ഞങ്ങൾ പുറത്ത് തന്നെ നന്നായി. ആ വണ്ടി എടുക്കണം. എടാ എന്തോ ആ കണ്ണാടി ഒന്ന് വരാവോ? അല്ല ഹെൽമെറ്റ് ഒന്ന് വരാവോ? എടാ ഇത് വെച്ച് എനിക്ക് മാപ്പ് കൊണ്ട് നോക്കാൻ പറ്റാത്ത അവസ്ഥയാ. മാപ്പൊക്കെ സെറ്റ് ആക്കാന്നേ. ഞാൻ അത് കയറിക്കോടാ. എടാ നമുക്ക് ഇതിന്റെ പുറമെ പോയാ പോലെ. നീ അത് കയറുവാ, ഞാൻ ഇത് വന്നോളാം.
മഴയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വഴി അറിയില്ല നമ്മൾ വരുത്തുന്ന ബാക്കി വ്ലോഗ് നമുക്ക് എയർപോർട്ടിൽ ചെന്ന് എടുക്കാം. കാരണം മഴ നനഞ്ഞ് ഫോൺ പറ്റി ഫോൺ മേടിച്ച് തരാൻ വീട്ടിൽ നിന്നുള്ള ഫണ്ടില്ല. ഞാനൊരു മാപ്പ് നോക്കാം. ഫൈസലിനെ വിളിച്ച് ഫൈസലിന് റീലൈറ്റ് തുടങ്ങി. നീ നമ്മുടെ ക്രിക്കറ്റ് ബ്ലോഗ് ഇട്ടാണോ? അതിട്ടു. അല്ല അത് ഞാൻ വൈകുന്നേരം ഇട്ടെ. പയ്യെ കണ്ടാൽ ഒരു നീ അങ്ങനെ ഇറങ്ങിക്കണേ. എത്ര ബോളാ കളഞ്ഞേക്കണെന്നറിയോ? കടന്ന് കറങ്ങണേ. രാജ ഔട്ടാവണേ ഞാൻ തമ്മി ഉണ്ട്. ഒരു 10-ന് 6 എന്ന് പറഞ്ഞാൽ തുടങ്ങാൻ തന്നെ. യൂട്യൂബില് ഇൻസ്റ്റയിലല്ല യൂട്യൂബില്. ഞാൻ ലിങ്ക് എടുത്ത് ഇടാനുള്ള സമയം ഉണ്ടായില്ല. ബയോയിലുണ്ട്. ഇത് കണ്ടില്ല, അത് കാണില്ല. ഞാനില്ല, നിങ്ങൾ പൊക്കോ. മറ്റേ ഇവിടെ മാത്രമുള്ളൂ. എത്തിയോ? അല്ല അവൻ വിളിച്ചാണോ? റിച്ചുവിന്റെ അടുത്തേക്കാണോ ഫൈസൽ പോണേ? റിച്ചു ഇങ്ങോട്ട് വരുമ്പോ അവൻ അങ്ങോട്ട് പോകും. എടാ ഇതിന്ന് ഊരിയാലോ? കാണാൻ പറ്റുമോ ഇല്ലയോ? മുൾമുനയില് കാണാൻ പറ്റും ശരിക്കും. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബോൾ മിസ് ചെയ്ത അനന്തു അന്ന വീഡിയോയില്. ചന്തി മാത്രമേ നീ തിരിഞ്ഞിക്കണു. എടാ ഇങ്ങോട്ട് തിരിക്കടാ. അങ്ങനെ ഞങ്ങൾ ഉയരങ്ങളിലേക്ക് പോവുകയാണ് കഴിച്ചു. നേരെ 4 പേര് വളവ് കിട്ടോ. അങ്ങ് പോണേ. ഭയങ്കര വിഷമമുണ്ട്. എൻ്റെ ചങ്കിലി ചങ്കാണ് എൻ്റെ കുട്ടൻ. അവൻ ദുബായിലേക്ക് പോകുമ്പോൾ എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞ് നമുക്ക് എല്ലാവരും കൊണ്ടുപോകണം. അവൻ കാശായിട്ട് വേണം, കാശായിട്ട് വേണം. ശങ്കർദാസ് ആയിട്ട് തിരിച്ചോണ്ടല്ലേ? അനന്തോ ഇനി പറ പോണേനെ പറ്റി 2 വാക്ക്. പോണേല് നമുക്ക് അതിയായ വിഷമമുണ്ട്. ഒരു കാര്യം നടപ്പിലാക്കാണ്ടാവും പോയേക്കണേ. വൈകുന്നേരങ്ങളിലെ ചായ കൂടിയൊക്കെ മിസ്സാവും. ഇനിയിപ്പോ ചായ കൂടിയോ അല്ല, നമുക്ക് ആവശ്യങ്ങൾക്കൊക്കെ പൈസ ഉണ്ടാവും. ചായ നീല മേടിക്കണേ. അങ്ങനെ കുഴപ്പമില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ സങ്കടം ഉള്ളത് രാജയ്ക്കാട്ടോ. അത് രാജയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. നീ ഇപ്പൊ നല്ല രാജ പറയണ്ട് വാക്ക് പറഞ്ഞ. എല്ലാ വിഷമായി പോയി, പെട്ടെന്നൊരു യാത്രയായി പോയില്ലേ. ഇനി അവൻ അവസരങ്ങളുണ്ട്. അവൻ പോണില്ലാതെ വാക്ക് പറഞ്ഞാൽ അതല്ല, അവൻ പോണില്ലാന്നൊരു വാക്ക് പറഞ്ഞ് ഇപ്പൊ നമ്മള് തിരിച്ച് വണ്ടി കയറ്റും. അവർക്ക് വണ്ടി പിടിക്കാൻ എനിക്ക് ഓടിക്കാൻ പറ്റില്ല. ഞാൻ ഫ്ലൈറ്റ് പറയുന്നു.
ഞാൻ നടന്നു. സോ ഗായ്സ്, അപ്പോൾ ആദ്യം അമർദേശിന് ജോലിയായി, പിന്നെ ഭീകരന് ജോലിയായി, അനന്തുവിന് ജോലിയായി, കുഞ്ഞുവിന് ജോലിയായി, ഇപ്പോൾ ഫൈസലിന് ജോലിയായി. ഇനി ജോലിയില്ലാതെ എനിക്ക് മാത്രമേ ഉള്ളൂ. നല്ലൊരു പണിയിട്ടാ നല്ലൊരു പണിയിട്ട അവിടെയല്ല ചേർത്തായിരുന്നു ഓരോന്നായിട്ട് ഹെൽമെറ്റ് അത് കാരണം പക്ഷെ ഭീകരത ഉണ്ടായിരുന്നു അതാണ് ആ ഹെൽമെറ്റ് എൻ്റെ വീട് വെച്ചിട്ടുണ്ട് നാളെ രാവിലെ പാപ്പ ഹെൽമെറ്റ് ഞങ്ങൾ ചേർത്താൻ അത് വേണ്ടി വരും. ഉണ്ടോ ഉണ്ടോ നീ പോവാമോ? ഞാൻ നിങ്ങളോട് കളിയുടെ കേസ് വരാം. സിംഗിൾ ഫോട്ടോ അപ്പൊ ഇപ്പൊ എടുത്തു തന്നെ എന്ത് ഇവിടെ നിനക്ക് 150 ഞാൻ മേടിച്ചു തരാനാണോ? ഭീകരല്ലേ? ഭീകരന് 1 2 3 4 5 6 മേളില് 7 ഞാൻ ആ ബൈക്കിലാ. ഇവിടെ എത്തിപ്പെട്ടു 4 ബൈക്കും 7 പേരും സേഫ്. ഇതിന് ഇങ്ങോട്ട് പോകണം, നമ്മൾ അങ്ങോട്ടല്ലേ? ആ വാഷ്റൂം. ഓ ഇനി ഹെലികോപ്റ്റർ കൊണ്ട് ഇറക്കിയതാണ്.
ചെരുവം. അവൻ പോയി, അവൻ വണ്ടി എടുക്കാൻ പോയി. അവൻ കൂടെ വരും, നമ്മുടെ അടുത്ത് വരില്ലേ? ആ വണ്ടി എടുത്തോണ്ട് വരട്ടെ. അങ്ങനെ നമ്മള് എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇറങ്ങുകയാണ്. മശേരിയിൽ വന്നിട്ട് ഫ്ലൈറ്റ് കാണാൻ പറ്റിയില്ല. ആ ഒരു വിഷമം മാത്രമേ നമുക്കുള്ളൂ. അവരങ്ങോട്ട് പോയി, അങ്ങോട്ടല്ല, അങ്ങോട്ട്. ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വിട വാങ്ങുന്ന സർവീസില് കുഴപ്പമില്ല. പോണോ? കഴിക്കുന്നില്ല. വീഡിയോ ബാഗ് തിരിച്ചെടുക്കാൻ